ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഷൈനീസ് മെമ്മറി സാഗ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കൂട്ടത്തിലുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു 5 മിനിറ്റിൽ എങ്ങനെ ഒരു മുട്ട റോസ്റ്റ് റെഡിയാക്കാമെന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ട് സവാള, ഇവിടെ ഞാൻ 3 ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. സ്ലൈസായിട്ട് അരിഞ്ഞാൽ മതി. തക്കാളി ഒരു ഹാഫ്, 3 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി 2 കഷ്ണം വെച്ചിട്ട്, പിന്നെ കറിവേപ്പില, ഇതെല്ലാം അരിഞ്ഞ് വെക്കുക. ജസ്റ്റ് നമുക്കിത് ഇത്രയും കൂടെ അരിയാൻ വേണ്ടി ഒരു മിനിറ്റ് കൂടുതൽ എന്തായാലും എടുക്കത്തില്ല. ഓക്കെ, അപ്പം ഒരു 5 മിനിറ്റ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു മുട്ട റോസ്റ്റിന് വേണ്ടി. അപ്പോൾ സൈഡിൽ തന്നെ ഞാൻ 3 മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും അരിഞ്ഞ് റെഡിയാക്കി വെച്ചതിന് ശേഷം പാൻ ചൂടാക്കാൻ വെക്കുക. അപ്പം പാൻ ചൂടാകും, ഏകദേശം നമുക്കൊരു 4-5 സെക്കൻഡ്സിനുള്ളിൽ പാൻ ചൂടാകുമ്പോൾ നമുക്ക് 3 സ്പൂൺ ടീസ്പൂൺ ചെറിയ സ്പൂണ് 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. തേങ്ങ എണ്ണയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ചൂടായി കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തിൽ നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കണം. ഓക്കെ, അപ്പോൾ കടുക് താളിച്ചിട്ടുണ്ട്, ചെറിയ കടുക് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം അത് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിൻ്റെ അതിൽ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതൊന്ന് ഇത്തിരി ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കിനും വാടാൻ വേണ്ടി അത് ജസ്റ്റ് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പം അതൊന്ന് വാടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്ത് മറ്റുള്ള കൂട്ടുകൾ ഇടാം. അപ്പോൾ അതിങ്ങനെ വാടാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ടൊന്ന് സോട്ടായതിന് ശേഷമാണ് ഞാൻ ഉപ്പിടുന്നത്. അപ്പോൾ അത് ഇട്ടതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇട്ടിട്ടില്ലായിരുന്നു, അപ്പോൾ പച്ചമുളക് കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പം 3 പച്ചമുളക് ഇത്തിരി നല്ല എരിവുള്ളതാണ്. പിന്നെ നമുക്കത് നല്ല വൃത്തിക്ക് വാടാൻ വേണ്ടി നമുക്ക് ഉപ്പുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളിയും ഇട്ട് ഇത് ഇത്ര ഇട്ടതിന് ശേഷം നമുക്കൊന്ന് സോട്ട് ചെയ്തിരുന്ന് അടച്ച് വെക്കുക, ഒന്ന് വേകാൻ വേണ്ടി. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് അതിനകത്തിൽ നീര് ഇതാകാൻ വേണ്ടി. അത് കഴിഞ്ഞ ശേഷം നമുക്ക് പൊടികളെടുത്ത് വെച്ച് മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, 3 ടേബിൾ സ്പൂൺ ഞാൻ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കളറ് മാത്രം മതി, എരിവ് ഓൾറെഡി പച്ചമുളകിൻ്റെ ഉണ്ട്. പിന്നെ മസാലപ്പൊടി ഒന്ന് ഗരം മസാല ഇടാം, ഞാനിവിടെ ഷാൻ മസാലയാണ് ഇട്ടേക്കുന്നത്. അതിട്ടൊന്ന് സോട്ടായി കഴിയുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ്, ചൂടുവെള്ളം ഒഴിക്കാം. ഇതിപ്പോൾ പച്ചവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ ഡ്രൈ ആയി നമുക്ക് കുറച്ച് വെള്ളമൊക്കെ വറ്റി വരണം. റോസ്റ്റ് പോലാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആ ഒരു പരുവ് എങ്ങനെ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമെല്ലാം വറ്റി എണ്ണ ഇത്തിരി പൊങ്ങി വരും. അപ്പോൾ അതിൽ നമുക്ക് അറിയാൻ പറ്റും എന്താ നമ്മുടെ ഈ കൂട്ട് റെഡിയായെന്നുള്ള. ഈ കൂട്ട് റെഡിയായതിന് ശേഷം ഇതിൻ്റെ അകത്തിൽ മുട്ട പുഴുങ്ങി വെച്ചത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. മുട്ട ഒന്നെങ്കിൽ വരഞ്ഞ മുട്ട നമുക്കൊന്ന് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് റോസ്റ്റ് ചെയ്തിട്ട് ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ തനിയെ നമുക്ക് പുഴുങ്ങിയ മുട്ട ഇതിൻ്റെ അകത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണ്. വെറും 5 മിനിറ്റേ എടുക്കത്തുള്ളൂ. നമ്മൾ രാവിലെ ധൃതി വെച്ച് സ്കൂളിലും ജോലിക്കും ഒക്കെ പോകേണ്ടവർക്ക് വേണ്ടി ഇത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു മുട്ട റോസ്റ്റാണ്. നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നവരേക്കും ബൈ ബൈ.